ഹായ്, പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കണവ, എൻ്റെ മോൻ്റെ. പക്ഷേ ഇവിടെ അച്ഛനും മോക്കും തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്. ഞാൻ പക്ഷേ കണവ പിടിച്ച പിടിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിനാദ്യം തന്നെ അതിനകത്തുള്ള സ്കെയിലും റബ്ബറും പൊട്ടാക്ടറും എല്ലാം എടുത്ത് ദൂരെ കളയാം. അപ്പോൾ ഞാൻ കണവ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ആ തലയുടെ പൂക്കട പോലിരിക്കുന്ന സാധനങ്ങളോ എടുക്കും കേട്ടോ. അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണവ തോരൻ വെക്കാൻ വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ എടുക്കുന്നില്ല, കുറച്ചെടുത്ത് മാറ്റി വെക്കും. അപ്പം മോനൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ റോസ്റ്റൊക്കെ ചെയ്ത് കൊടുക്കാമെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ചന്തയിൽ പോയി തള്ളു കൊണ്ടിട്ടാണ് ഈ കണവ വാങ്ങിച്ചത്. നമ്മൾ ഇങ്ങനെ ക്യൂ നിന്നില്ലെന്നേ ഉള്ളൂ. പ്രത്യക്ഷത്തിൽ പരോക്ഷത്തിൽ നമ്മൾ ക്യൂവിലാണ്. ഒരാൾ നീങ്ങിയാൽ മാത്രമേ നമുക്ക് മീൻ പോലും കാണാൻ പറ്റുന്നില്ല. രണ്ട് സൈഡിലും നടുക്കൂടെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി ആണ് മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും നമ്മൾ വാങ്ങിച്ചേ ഇവിടുന്ന് പെട്രോൾ കത്തിച്ച് അവിടെ വരെ പോകുന്നതല്ലേ, വാങ്ങിക്കാതെ തിരിച്ചു വരാൻ പറ്റുമോ? അങ്ങനെ കണവയെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉള്ളി ഒരു സവാള ഞാൻ എരിയുന്നുള്ളൂ കേട്ടോ. ഒരുപാട് സവാള ഇട്ടാൽ മധുരിക്കും. ഓൾറെഡി കണവയ്ക്കൊരു മധുരം ചൂടാവാൻ ഞാൻ വെച്ചിട്ടുണ്ട്. കരഞ്ഞ് മെഴുകിയാണ് ഞാൻ ഈ സവാള ചട്ടി ചൂടായി എന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊഴിക്കുക. സ്വർണ്ണത്തിൻ്റെ വിലയാണ്. അപ്പോൾ കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഞാൻ വഴറ്റാൻ വേണ്ടിയിട്ട് അടച്ചങ്ങ് വെക്കുവാണ്. ഞാനെപ്പോഴും കണവ ചട്ടിയിലാണ് വേവിക്കാറ്. ഞാനിതുവരെ കുക്കറിലൊന്നും വേവിച്ചിട്ടില്ല. അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, കണവ നമ്മൾ ഇടുമ്പം വെള്ളമൊന്നും ഇല്ലെങ്കിലും കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം നമ്മൾ ചെറുതീയിൽ നിന്ന് പറ്റി കഴിയുമ്പോൾ കണവ വേവും. അതാണ് എൻ്റെ ഒരു കണക്ക് കണവയുടെ കാര്യത്തിൽ. തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്കിതുവരെ പാളിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം വാടി വന്നപ്പോൾ കണവ വാരി ഇട്ട് കൊടുക്കാം. ഇനി കുറേ സമയം ഇത് അടച്ചങ്ങ് വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. വലിയ പണികളൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ കണവ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അതിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് വേവട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം തുറന്നിട്ട്. അപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പിട്ടിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കി മിക്സ് ചെയ്ത് കറിവേപ്പിലൊക്കെ ഇട്ട് എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.